ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഇതിനും സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. നിയമങ്ങൾ, പ്രതിഭാസങ്ങൾ. ഈ പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരമ്പരാ നിയമം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും പരമ്പരകളിലൂടെയാണ് സുസ്ഥിരത സംഭവിക്കുന്നത്. നിലനിൽപ്പെന്ന് പറയുന്നത് പരമ്പരയിലൂടെയാണ്. നമ്മുടെ ശരീരമുണ്ടായ കാലത്ത് ഉള്ള കോശങ്ങളല്ല ഇപ്പോഴുള്ളത്. പക്ഷെ ശരീരം ഉണ്ടായി എന്ന് പറയുന്ന അന്നത്തെ നാം തന്നെയാണ് ഇന്നും ഉള്ളത്. അങ്ങനെ പരമ്പരകളിലൂടെയാണ് നമ്മൾ ഈ സ്വയം നിന്ന് പോകുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്ന നിയമമാണ് പരമ്പരാ നിയമം. അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? The law of series states that life continues through renewal, reproduction and order. പരമ്പര നിയമവും പ്രതിഭാസങ്ങളും. ഓരോ ജീവിയും ഒരു നിരന്തരമായ ജൈവ പരമ്പരയിലെ കണ്ണിയായി സ്വയം നിലനിർത്തിക്കൊണ്ട് അതിന്റെ സുസ്ഥിതി സംരക്ഷിക്കാൻ നിരന്തരം ശ്രമിക്കുന്നു. നിമിഷത്തിനപ്പുറം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ജീവന്റെ പരമ്പര നിയമം. ക്രമബദ്ധമായ തുടർച്ചയിലൂടെ ജീവൻ ഒരു നിമിഷത്തിനപ്പുറം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ നിയമം പറയുന്നു. ഈ നിയമപ്രകാരം തുടർച്ചയായ കോശനിർമ്മാണത്തിലൂടെ സ്വയം പുതുക്കാനും പ്രത്യുൽപാദനത്തോടെ വംശത്തെ സംരക്ഷിക്കാനും ശരീരം എപ്പോഴും ശ്രദ്ധിക്കുന്നു. തുടർച്ച, നവീകരണം, ജീവന്റെ ഒഴുക്ക് നിലനിർത്തൽ എന്നിവയാണ് ഇതിലെ പ്രധാന സവിശേഷതകൾ. ഘടനയും പ്രവർത്തനങ്ങളും നിലനിർത്തുന്നതിനായി കോശങ്ങൾ നിരന്തരം മാറ്റപ്പെടുന്നു. വളർച്ച, പക്വത, പ്രത്യുൽപാദനം എന്നിവ കൃത്യമായ ഒരു ക്രമം പിന്തുടരുന്നു. രോഗശാന്തി പ്രക്രിയ കോശജാലങ്ങളെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ പരമ്പരയെ തകരാതെ കാക്കുന്നു. വാർദ്ധക്യം എന്നത് ഈ തുടർച്ചയുടെ ക്രമാനുഗതമായ ബലഹീനതയെ പ്രതിഫലിപ്പിക്കുന്നു. പ്രത്യുൽപാദന ശേഷി, പുനരുജ്ജീവനം, പാരമ്പര്യം എന്നിവ നിയമത്തിന്റെ പ്രകടനങ്ങളാണ്. പരമ്പരാ നിയമത്തിലൂടെ വ്യക്തിഗതമായ അസ്തിത്വവും തലമുറകളുടെ തുടർച്ചയും നിലനിർത്തിക്കൊണ്ട് ജീവൻ കാലാതീതമായി അതിന്റെ സാന്നിധ്യം നിലനിർത്തുന്നു. അപ്പൊ ഇതാണ് പരമ്പര നിയമം എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞതുപോലെ നാം ഉണ്ടായപ്പോ ഒരു പ്രത്യേക ധർമ്മത്തിന് വേണ്ടി ആണ് നാം ഉരുവാക്കപ്പെട്ടത്. നാം ജീവിച്ചു പോയത് കൊണ്ട് അല്ലെങ്കിൽ ജനിച്ചു പോയത് കൊണ്ട് ജീവിച്ചു പോകുന്നു എന്ന് നമ്മൾ പൊതുവെ ധരിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ വെച്ച് നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിന് പ്രത്യേക ചില ഉദ്ദേശ്യങ്ങളുണ്ടെന്ന്. അത് പ്രകൃതിയുമായി ഇടപെടുകയും പ്രകൃതിയുടെ ചുറ്റുമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അത്തരത്തിലുള്ളൊരു ആത്മീയ ബോധ്യം ഉണ്ടാവുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടെന്നത്, വെറുതെ മെക്കാനിക്കലായിട്ടുള്ള ഒരു ലിവിങ് അല്ല നമ്മുടേത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അങ്ങനെ ജീവിതത്തിന്റെ ഏതൊരു നിമിഷത്തിലാണ്. അപ്പോഴാണ് ഈ ധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്ന നാം, അല്ലെങ്കിൽ ധർമ്മത്തിന് വേണ്ടി ഉരുവായ നാം, നമ്മുടെ ഏതോ ഒരു പരമ്പരയുടെ തുടർച്ചയായി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ പ്രകട രൂപമാണ് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കോശങ്ങളിൽ 7 കൊല്ലത്തിന് അപ്പുറം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ജനിച്ച സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ കോശങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കുമില്ല. ഇവയെല്ലാം പോയി. പുതിയ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി. അതിലൂടെ നമ്മെ തന്നെ നാം നിലനിർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മൾ മരിക്കും. മരിക്കുന്ന സമയത്ത് നമ്മുടെ പരമ്പരയെ നിലനിർത്താനുള്ള പ്രത്യുൽപാദന പ്രക്രിയയിലൂടെ നമ്മുടെ മക്കളെയൊക്കെ ഉണ്ടായിട്ട് ഈ ധർമ്മത്തെ തുടർന്നു കൊണ്ടുപോകുവാനുള്ള ഒരു പരമ്പരയെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഏറെക്കുറെ എല്ലാ ജീവികളും എല്ലാ സ്വത്വങ്ങളും തന്റെ പരമ്പരയെ തുടരുന്നത്. അപ്പോ ഓരോ ജീവിയും തന്റെ നിരന്തരമായ ജൈവ പരമ്പരയിലെ കണ്ണിയായി സ്വയം നിലനിർത്തിക്കൊണ്ട് അതിന്റെ സുസ്ഥിതി സംരക്ഷിക്കാൻ നിരന്തരം ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ പറയുന്നത്. നിരന്തരമായ ജൈവ പരമ്പര. ജീവൻ എന്ന് പറയുന്നത് സ്വയം സംഘാടകത്വമാണെങ്കിൽ അതൊരു യന്ത്രത്തിലില്ല. അത് ജീവനുള്ള വസ്തുക്കൾക്ക്, ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നവയ്ക്കാണ് അത് ഉള്ളത്. ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ സെൽഫ് ഓർഗനൈസ്ഡ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംവിധാനമാണ് സൂര്യനും ഭൂമിയും ഒക്കെ. അതിനകത്ത് ജീവിക്കുന്ന നമ്മൾ, സൂര്യനകത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ സൗരമണ്ഡലത്തിനകത്ത് ജീവിക്കുന്ന ഭൂമിയുടെ അകത്ത് ജീവിക്കുന്ന നമ്മൾ
ഈ ജൈവത നിലനിർത്താൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ജൈവതയുടെ അകത്ത് ആണ് ജീവിക്കുന്നത്. അതിലൂടെ നമ്മൾ ആ ഒരു ധർമ്മപ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജൈവ പരമ്പര എന്ന് പറയുന്നത്. ആ ജൈവ പരമ്പരയുടെ കണ്ണിയായി സ്വയം നിലനിർത്തിക്കൊണ്ടാണ് അതിന്റെ സുസ്ഥിതി സംരക്ഷിക്കാൻ ജീവൻ ശ്രമിക്കുന്നത്. ജീവൻ എന്നും നിലനിൽക്കേണ്ടതുണ്ട്. നിരന്തരമായി സ്വയം സംഘാടകത്വം നിലനിൽക്കേണ്ടതുണ്ട്. അപ്പൊ സ്വയം സംഘാടനം എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ്, ഒരു വാസനയാണ്, ഒരു സ്വഭാവമാണ്, പ്രതിഭാസമാണ് എന്തല്ല. നാം ഇന്ന് കാണുന്ന സർവ്വതും ആ വിധത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഒരു വിശേഷ സ്വഭാവത്തെ എന്നേക്കും നിലനിർത്തണമെങ്കിൽ നാം അതിന്റെ പതിപ്പുകളെ ഉണ്ടാക്കേണ്ടതുണ്ട്. ആ പതിപ്പുകളുടെ നിർമ്മാണം നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ക്രമബദ്ധമായ തുടർച്ചയിലൂടെ ജീവൻ ഒരു നിമിഷത്തിനപ്പുറം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ നിയമം പറയുന്നത്. അതായത് ഒരു നിമിഷം ഇതെല്ലാം സെൽഫ് ഓർഗനൈസ്ഡ് ആയി. നമ്മൾ ഈ ഒളിമ്പിക്സിലെ ഉദ്ഘാടന പരിപാടി TV-യിൽ ഇരുന്ന് കാണുന്ന സമയത്ത് കുറെ നർത്തകിമാര് അതിലെയും ഇതിലെയും ഒക്കെ ഓടുന്നത് കാണാം. പലതരം വർണ്ണ വസ്ത്രങ്ങളെല്ലാം ഇട്ടിട്ട് അവരെല്ലാം ഓടി പെട്ടെന്ന് ഒരു 5 വളയമായി മാറും. പെട്ടെന്ന് അവർ ഓടി മാറി ഒരു ശലഭമായി മാറും. അല്ലെങ്കിൽ അതൊരു രാഷ്ട്രത്തിന്റെ ദേശീയ പതാകയായി മാറും. ഇങ്ങനെ പലതായി പല രൂപത്തിൽ ഒരേ കൂട്ടം ആളുകൾ പുനർവിന്യസിക്കുന്നത് നമുക്ക് കാണാനാകും. ഈ പുനർവിന്യാസം എന്ന് പറയുന്ന ഈ ഒന്ന് കാലഡോസ്കോപ്പിലൊക്കെ നമ്മൾ കാണുന്ന വളപ്പൊട്ടുകൾ കൊണ്ട് പലതരം വിന്യാസങ്ങൾ ഉണ്ടാക്കുന്ന ആ വിന്യാസം എന്നുള്ളത്, ഈ വിന്യാസത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഓരോ ജീവനും. ശരീരകോശങ്ങളിൽ ഉണ്ടാവുന്ന ക്രമീകരണം മൂലം നമ്മിൽ സംഭവിക്കുന്ന ഒരു വിന്യാസം മൂലമാണ് ഓരോ ജീവശരീരവും ഉണ്ടാകുന്നത്. ആ ജീവശരീരത്തിന്റെ ഘടകങ്ങളെ പുനർവിന്യസിച്ചുകൊണ്ട് ആവർത്തിച്ച് പുനർവിന്യസിച്ചുകൊണ്ട് ഓരോ നിമിഷവും അത് ഓരോ രീതിയിൽ ഓരോ പുതിയ രൂപത്തിൽ പ്രത്യക്ഷമാകുന്നുണ്ട്. ആ ഒരു നിമിഷത്തിനും അപ്പുറവും അത് അതേപോലെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ജീവൻ. അതുപ്രകാരം ശരീരത്തിനകത്ത് ആ പരമ്പര നിലനിർത്തുന്നത് നിരന്തരമായ കോശ നിർമ്മാണത്തിലൂടെയാണ്. കോശങ്ങൾ ഉണ്ടാകുന്നു, അത് പ്രവർത്തിക്കുന്നു, അത് നശിച്ചു പോകുന്നു. അപ്പോ ഈ നശിച്ചു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പുതിയ കോശങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ്, പുതിയ കോശങ്ങളെ നിർമ്മിച്ചുകൊണ്ടാണ് ശരീരം ഈ ഒരു ബാലൻസ് നിലനിർത്തുന്നത്. അതായത് ഒരു കോശം നശിച്ചു പോകുന്നതിന് മുമ്പേ അതിന്റെ പതിപ്പുകളെ വീണ്ടും ഉണ്ടാക്കുന്നു. അപ്പോ കോശ നിർമ്മാണത്തിലൂടെ സ്വയം പുതുക്കാൻ ശരീരം ശ്രദ്ധിക്കുന്നുണ്ട്, ജീവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ജീവനുള്ള ശരീരം തന്നെ പ്രത്യുൽപാദനത്തിലൂടെ സ്വന്തം വംശത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതിലിവിടെ നമുക്ക് കാണാവുന്ന സവിശേഷത വെച്ചാൽ ഇത് തുടർച്ച എന്നുള്ള ഒരു ആശയത്തെ, കണ്ടിന്യൂറ്റി എന്നുള്ള ഒരു ആശയത്തെ അത് നിലനിർത്തുന്നുണ്ട്. മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ നവീകരണം എന്നുള്ള ഒരു ആശയത്തെ നിലനിർത്തുന്നുണ്ട്. ജീവന്റെ ഒഴുക്ക് നിലനിർത്തുക, ജീവന്റെ ആ സ്വയം സംഘാടകത്തിന്റെ ഒഴുക്കുണ്ടല്ലോ അതിനെ നിലനിർത്തുക എന്നുള്ള ആ ഒരു സ്വഭാവം അതിനുണ്ട്. ഇവയൊക്കെ ഈ ഒരു നിയമത്തിന്റെ സവിശേഷതകളാണ്. ഇവിടെ നമുക്ക് കാണാം ഇത് ഒരു പ്രവർത്തനത്തെ നിലനിർത്തുക എന്നുള്ളതല്ല, ഘടന നിലനിർത്തുന്നുണ്ട്. ശരീരത്തിന്റെ ഘടനയെ നിലനിർത്തുന്നുണ്ട്, കോശത്തിന്റെ ഘടനയെ നിലനിർത്തുന്നുണ്ട്, ഒരു ജാതിയുടെ ഘടനയെ നിലനിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഘടനയെ നിലനിർത്തുന്നുണ്ട്. ആ ഘടനയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കോശങ്ങൾ നിരന്തരം മാറ്റപ്പെടുന്നു, അതിന്റെ ഘടകങ്ങൾ നിരന്തരം മാറ്റപ്പെടുന്നു. ഇപ്പൊ പണ്ടും സമൂഹമുണ്ട്, ഇന്നും സമൂഹമുണ്ട്. പണ്ടും ആളുകളുണ്ട്, ഇന്നും ആളുകളുണ്ട്. പണ്ടത്തെ ആളുകളും ഇതേ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ. ഇപ്പൊ മഹാഭാരതമോ അല്ലെങ്കിൽ ഒഡീസിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യ കുലം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും, സ്നേഹവും കുതികാലും വെട്ടും എല്ലാം അന്നുമുണ്ട്. ആ പ്രവർത്തനങ്ങളും ഈ പ്രവർത്തനങ്ങളും സമത്തിലാണ് പോകുന്നത്. അപ്പൊ അതുപോലെ അതിന്റെ സമൂഹത്തിന്റെ ഘടനയും പ്രവർത്തനങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ട് കോശങ്ങൾ നിരന്തരം മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ അതിന്റെ വേഗത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. പഴയ കാലവും പുതിയ കാലവും തമ്മിൽ ഒരു ഫിബോനാച്ചി കാല ഗണനയ്ക്കനുസരിച്ചുള്ള മാറ്റമുണ്ട്.
ആ ഒരു മാറ്റമേ ഉള്ളൂ. ഘടനയും പ്രവർത്തനങ്ങളും നിരന്തരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതില് ഈ വളർച്ച എന്നുള്ളൊരു കാര്യം എപ്പോഴും ഈ പ്രവർത്തനത്തിൽ, ഈ സീരീസിൽ അല്ലെങ്കിൽ പരമ്പരയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. വളർച്ച പരമ്പരയിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം ജനിക്കുന്നു, വളർച്ച എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. അതുപോലെ തന്നെ വളർന്നു കഴിയുമ്പോൾ അതിനൊരു പാകം വരുന്നുണ്ട്, പക്വത എന്നുള്ളത്. അതുപോലെ തന്നെ പ്രത്യുൽപാദനം, പാകം വന്നതിന് ശേഷം പിന്നെ തന്നെ പോലെയുള്ള ഒരു പതിപ്പുണ്ടാക്കുന്നുള്ളത്. ഇതെല്ലാം തന്നെ കൃത്യമായൊരു ക്രമം പിന്തുടർന്നുകൊണ്ടാണ് പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ രോഗങ്ങൾ ഉണ്ടാവുന്നിരിക്കട്ടെ, രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രോഗശാന്തി പ്രക്രിയ കോശജാലങ്ങളെ പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് സംഭവിക്കുന്നത്. അവിടെ പരമ്പര നഷ്ടമാകാതെ സൂക്ഷിക്കുന്നത്, ഓട്ടോഫേജിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതാണ് സംഭവിക്കുന്നത്. പഴയ കോശങ്ങളെ, കേടായ കോശങ്ങളെ, ബലഹീനമായ കോശങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് അവയെ പുനർവിന്യസിക്കുന്നു. ഒളിമ്പിക്സിലെ നർത്തകിമാർ ചെയ്യുന്ന പോലെ പുനർവിന്യസിച്ചുകൊണ്ട് ശരീരത്തെ സൂക്ഷിക്കുന്നു. അപ്പോ ശൈശവത്തിലാണെങ്കിൽ ഇതിന്റെ അളവ് കൂടുതലാണ്. അതേസമയം വാർദ്ധക്യം എന്ന് പറയുമ്പോൾ ഈ തുടർച്ചയുടെ ക്രമാനുഗതമായ ബലഹീനതയാണ് പ്രതിഫലിപ്പിക്കുന്നത്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഈ പുനർനിർമ്മിതി കുറയും, അങ്ങനെ പതുക്കെ പതുക്കെ ശരീരം ഡീഗ്രേഡ് ചെയ്യും. പക്ഷെ ആ വാർദ്ധക്യത്തിൽ എത്തുന്നതിന് മുമ്പ് യൗവനത്തിൽ തന്നെ തന്റെ പതിപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ജീവൻ. നമുക്ക് ഇത് പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന പ്രത്യുൽപാദനം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നിയിട്ടുള്ളതാണ്. എന്റെ ഇണയുടെയും ശരീരങ്ങൾ ചേർന്ന് ഞങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അവനവനൊരു കുഞ്ഞുണ്ടാവുന്ന സമയത്താണ് ജീവന്റെ ഈ അത്ഭുതാവസ്ഥയെ നമുക്ക് ഒരു വിസ്മയത്തോടെ കാണാൻ ആദ്യമായിട്ട് തോന്നുക. അതിനു മുമ്പ് നമ്മളിത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിയാം, നിയമങ്ങളൊക്കെ അറിയാം. പക്ഷെ അത് അനുഭവിക്കുന്നത് നമുക്കറിയാം. നമ്മളിൽ ഒന്നുമില്ലാത്ത നമ്മളിൽ നിന്നും നമ്മളൊരു പ്രത്യേക നിർമ്മിതിയും ചെയ്യാതെ ഒരു പ്രത്യേക പ്രോസസ്സിലൂടെ കടന്നുപോയപ്പോൾ അത് പാകം വന്ന് ബീജാണ്ഡങ്ങൾ ചേർന്ന് അതൊരു കുഞ്ഞായി വളർന്ന് വയറിൽ നിന്നും അത് വെളിയിലേക്ക് വരുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോ ഈ പ്രത്യുൽപാദനം എന്ന് പറയുന്നത് ഈ ലോ ഓഫ് സീരീസിന്റെ പ്രകടമായ ഒരു പ്രതിഭാസമാണ്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അപാകങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ മുഴുവൻ, ഇപ്പൊ പനി വന്നു, അല്ലെങ്കിൽ തളർച്ച വന്നു, അല്ലെങ്കിൽ ഒരു അപകടം വന്നു, അതിനുശേഷം വീണ്ടും നമ്മൾ പുനരുജ്ജീവിക്കുന്നില്ലേ? അത് ഈ പരമ്പരയെ നിലനിർത്താനുള്ള ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രകടമായ പ്രതിഭാസമാണ്. നമ്മുടെ അച്ഛനമ്മമാരിലൂടെ കടന്നു വരുന്ന ആ ഒരു രീതി നമ്മുടെ കാരണവന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവര് സമ്പാദിച്ചതും അവര് ഉണ്ടാക്കി വെച്ച സംസ്കാരത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആ പരമ്പരയുണ്ടല്ലോ, അത് ഇതിന്റെ ഈ ഒരു പരമ്പര നിയമത്തിന്റെ പ്രതിഭാസമാണ്. അപ്പോ പരമ്പര നിയമത്തിലൂടെ വ്യക്തിഗതമായ അസ്തിത്വം നിലനിർത്തും. ഞാൻ എന്റെ തുടർച്ച എന്നുള്ള അവസ്ഥ നിലനിർത്തും. ഞാൻ എന്റെ ശാരീരിക അവസ്ഥയെ ഞാൻ നിലനിർത്തുന്നു വ്യക്തിഗത ജീവിതത്തിലൂടെ, വ്യക്തിഗതമായ അസ്തിത്വത്തിലൂടെ. അതുപോലെ തന്നെ തലമുറകളുടെ തുടർച്ചയിലൂടെ തലമുറകളെ നിലനിർത്തും. ജീവൻ എന്നുള്ള ജീവരാശിയുടെ ഒരു തുടർച്ചയെ നിലനിർത്തും. ഇങ്ങനെ ജീവൻ കാലാതീതമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാലാതീതമായ ഒഴുക്കിനെ നിലനിർത്താനുള്ള ജീവന്റെ സ്വഭാവത്തെയാണ് ലോ ഓഫ് സീരീസ് എന്ന് പറയുന്നത്, പരമ്പര നിയമം എന്ന് പറയുന്നത്. ഇതൊരു മഹാത്ഭുതമാണ്, പക്ഷെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വന്നിട്ടും ഭേദമാകുന്നത്. അതുകൊണ്ടാണ് ശരീരകോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജനിച്ചുകൊണ്ടേയിരിക്കുന്നത്, അതായത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ശേഷി സമ്പൂർണ്ണമായി തീരുന്നത് വരെ, നമ്മുടെ ധർമ്മം സമ്പൂർണ്ണമായി തീരുന്നത് വരെ നമുക്ക് ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഈ പരമ്പരാ നിയമം എന്ന് പറയുന്നത്. അതിന്റെ പ്രതിഭാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ശരീരനിർമ്മിതി, പ്രത്യുൽപാദനം, അല്ലെങ്കിൽ എന്താ പറയുക, മെറ്റാബോളിക് ആക്ടിവിറ്റി. ഇതെല്ലാം ഈ പരമ്പരാ നിയമത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്തബ്ധിപ്പിച്ച ആ ഒരു പരമ്പരയുടെ നിയമം എവിടെയെല്ലാം എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ളതൊന്ന് നിരീക്ഷിക്കുക. അതുമായി തുടർന്ന് അടുത്ത നിയമത്തിലേക്ക് നമുക്ക് പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി
ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.